Hi all. Next റൂത്ത് അറേയുടെ ഒരു കേസ് 3 വരുന്നൊരു പ്രോബ്ലമാണ്. യൂസ് ദ root stability criterion to determine the location of roots on S-plane and hence stability of the system represented by the characteristic equation. അപ്പം S5 അതായത് S5 ഓർഡർ 5 ആണ് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒബ്സർവ് ചെയ്യുക. അപ്പം അതിൻ്റെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റ്സ് എല്ലാം പോസിറ്റീവാണ്. സോ നമുക്ക് അടുത്ത റൂത്ത് അറേ ഫോം ചെയ്യാം. റൂത്ത് അറേ ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഏറ്റവും ഹയസ്റ്റ് ഓർഡറിലുള്ള ആളിനെ എടുക്കുക. ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് S5 ആണ്. സോ S5 എന്ന് എഴുതുക. അടുത്തത് S4 ആണ്. S4 എന്ന് എഴുതാം. ദെൻ 5 ഓഡ് നമ്പേഴ്സ് പവേഴ്സ് വരുന്നവരെ എടുക്കുക. S5 1, S3 8, S1 7. അടുത്ത ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് S4 4, അടുത്ത സ്ക്വയറിൻ്റെ 8, S0 4. അങ്ങനെ 2 റോസ് ഫോം ചെയ്യാൻ പഠിച്ചു. റോ 1 ആൻഡ് റോ 2. അടുത്ത നമുക്ക് സെക്കൻഡ് റോ കണ്ടോ, ഇവിടെയും സെക്കൻഡ് റോ സിംപ്ലിഫൈ ആവുന്നതേ ഉള്ളൂ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 1 എന്ന് കിട്ടും. അങ്ങനെ ചെയ്ത് വയ്ക്കുക, എന്നാലും നമുക്ക് എളുപ്പം മൾട്ടിപ്ലിക്കേഷനും പെട്ടെന്ന് റോ കണ്ടുപിടിക്കാം. അപ്പോൾ 1 2 1 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ 2 റോസ് കിട്ടി. അടുത്ത തേർഡ് റോ കണ്ടുപിടിക്കാൻ പോവാണ്. തേർഡ് റോ എന്ന് പറയുമ്പോൾ എന്താ, ഈ കോളം എഴുതാൻ അറിയാമല്ലോ. 5 4 3 2 1 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ തേർഡ് റോ എഴുതി. തേർഡ് റോ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് എലമെൻറ്റ്, തേർഡ് റോയിൽ എലമെൻറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ട് മുന്നത്തെ എലമെൻറ്റ് ഇൻറ്റു 8 മൈനസ് 1 × 8 മൈനസ് 1 × 2 ഡിവൈഡഡ് ബൈ 1 തന്നെ, അതേ എലമെൻറ്റ് തന്നെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 8 - 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് തൊട്ട് മുന്നത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഓപ്പോസിറ്റിലത്, ദാറ്റ് ഈസ് 1 × 7 മൈനസ് ഇത് 1 × 1 ഡിവൈഡഡ് ബൈ 1. എന്താ കിട്ടും? 7 - 1 എന്ന് പറഞ്ഞാൽ 6 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. 6 കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1 1 എന്ന് കിട്ടും. അതാണ് ഇവിടെ റോ 3. അടുത്ത റോ എന്ന് പറയുന്നത് നമ്മൾ S2 റോ എഴുതാൻ പോവാണ്. ആ റോ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? തൊട്ട് മുന്നത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു 2 1 × 2 മൈനസ് 1 × 1 ഡിവൈഡഡ് ബൈ 1. എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുമ്പിലത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ക്രോസ് ചെയ്യുക. 1 × 1 മൈനസ് ഒന്നുമില്ല ഡിവൈഡ് ബൈ 1, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് S2 റോ എന്ന് പറയുന്നത് 1 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ S1 റോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പം ഇതിന് തൊട്ട് മേളിലുള്ളത് 1 × 1 മൈനസ് 1 × 1 ഡിവൈഡ് ബൈ 1, ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. അപ്പോൾ ഈ റോയിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, 0 എന്ന് പറയുന്നൊരു എലമെൻറ്റേ ഉള്ളൂ. അപ്പം ആ റോ കംപ്ലീറ്റ് 0 ആയെന്ന് നമുക്ക് പറയാം. ആകെയുള്ള എലമെൻറ്റ് 0 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഓക്സിലറി പോളിനോമിയൽ എഴുതണം. ഓക്സിലറി പോളിനോമിയൽ എന്ന് പറയുമ്പം ഏതാ? തൊട്ട് മുന്നത്തെ പോളിനോമിയൽ ഏതാ? S2 കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് S2 + 1. S2 + 1 എന്ന് പറയുന്ന പോളിനോമിയൽ എടുക്കണം. അപ്പം നമുക്ക് S2 + 1 = 0 എന്ന് പറയുന്നതാണ് ഓക്സിലറി പോളിനോമിയൽ. അതെങ്ങനെ എഴുതിയത്? ഇവിടെ 0 ആയതിന് തൊട്ടും, ഈ റോയാണ് 0, സോ അതിന് തൊട്ട് മുന്നത്തെ റോ എഴുതുക. കോഎഫിഷ്യൻ്റ് ഓഫ് S2 1 ആണ്. പ്ലസ് അടുത്ത ടൈം എന്താ? എസിൻ്റെ ടൈമാണോ? അല്ല, എസിൻ്റെ ടൈം അല്ല, ബിക്കോസ് ഒന്നിടവിട്ടുള്ള ടൈമാണ് വരുന്നത്, ഈവൻ മൾട്ടിപ്ലൈ വരുന്നത്. സോ S0 ടൈമാണ്, ദറ്റ് ഈസ് 1. S2 + 1 = 0 എന്നാണ് ഓക്സിലറി ഇക്വേഷൻ. സോ നമുക്ക് ഈ ഒരു റോയിലെ ആകെ ഒരു 0 മാത്രം, ഒരു എലമെൻറ്റേ ഉള്ളത് 0 ആണ്. സോ നമ്മൾ ഇങ്ങനെയാണ് അസംഷൻ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എപ്സിലോൺ എന്നാണ് വിളിക്കുന്നത്. അതായത് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ S1 0 ആണ് കിട്ടുന്നത്. S1 നമ്മൾ ലെറ്റ് 0 ഈസ് എപ്സിലോൺ എന്ന് 0യ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ദറ്റ് ഈസ് എപ്സിലോണിൻ്റെ വാല്യൂ ടെൻഡിങ് ടു 0, 0യിലേക്ക് അടുക്കുന്നൊരു വാല്യൂ ആണ്. സോ S1 പകരം നമ്മൾ എപ്സിലോൺ എന്ന് എടുക്കുന്നു. അപ്പം എപ്സിലോൺ എന്ന് കൺസിഡർ, ഇപ്പം ഇങ്ങനെ ഒരു റോയിൽ ആകെ ഒരു എലമെൻ്റ് ഉള്ളൂ, അങ്ങനെ അത് സീറോ ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് എപ്സിലോൺ × 1, ദറ്റ് ഈസ് എപ്സിലോൺ മൈനസ് 0 ബൈ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 1 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് 1 ആയിട്ട് കിട്ടി. അപ്പോൾ വെൻ എപ്സിലോൺ ടെൻഡിങ് ടു 0 ദർ ഇസ് നോ സൈൻ ചേഞ്ച് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് റൂത്ത് അറേ. അപ്പം എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? 0യാണ് നമ്മൾ എപ്സിലോൺ എന്ന് എഴുതി. അപ്പോൾ ഇത് 0 ആണെങ്കിൽ എന്താ, ഈ കോളത്തിൽ എന്തെങ്കിലും സൈൻ ചേഞ്ച് ഉണ്ടോ? ദർ ഇസ് നോ സൈൻ ചേഞ്ച്.
സോ എന്ത് പറയാം, വി ഹാവ് എ റോ ഓഫ് ഹോൾ സീറോ, ദറ്റ് ഈസ് എസ് റേസ് ടു വണ്ണിൻ്റെ റോ, അതായത് ഫിഫ്ത്ത് റോ എന്ന് പറയുന്നത് റോ ഓഫ് സീറോസ് ആണ്. ആകെ ഒരു എലമെൻറ്റേ ഉള്ളെങ്കിലും ആ എലമെൻറ്റ് സീറോയാണ്. സോ അങ്ങനെ ഒരു ചാൻസ് വരുമ്പോൾ നമ്മൾ ഈ കോളം നോക്കിയാൽ ദർ ഇസ് നോ സൈൻ ചേഞ്ച്. അപ്പം എല്ലാം ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് ആയിരിക്കും റൂട്ട്സ്. പക്ഷേ ഇങ്ങനെ ഒരു റോ സീറോ ആയപ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് പോൾസ് ഇൻ ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി പോളിനോമിയൽ എഴുതുക. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 1 = 0 എന്ന് പറയുന്ന പോളിനോമിയൽ എഴുതുന്നു. എന്ത് ചെയ്യുന്നതിന്, അതിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നു. എസ് സ്ക്വയർ = -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എസ് ഈസ് +or - √-1. ദാറ്റ് ഈസ് +or - j. √-1 എന്ന് പറഞ്ഞാൽ ജെ. അപ്പോൾ +or - j എന്ന് പറയുന്ന റൂട്ട് എവിടെ വരും? നമ്മൾ j⍵x എഴുതിയ +j-j-യിലും ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു മാർജിനലി സ്റ്റേബിൾ സിസ്റ്റമായിട്ട് മാറാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ റൂട്ട്സ് ഓഫ് ഓക്സിലറി പോളിനോമിയൽ എന്താ കിട്ടി? +1ഉം -1ഉം അവരെന്തിൻ്റെ റൂട്ട്സ് തന്നെയാണ്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് തന്നെയാണ്. ഓക്സിലറി പോളിനോമിയലിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ ഒരു സെറ്റ് റൂട്ട്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് മാർജിനലി സ്റ്റേബിൾ. ഇതിന് മൊത്തം എത്ര റൂട്ട്സ് ഉണ്ട്? 5 ആണ്. അപ്പം 5 റൂട്ട്സ് കാണും. 2 പേര് +j-യിലും -j-യിലുമാണ്, ഇമാജിനറി ആക്സിസിലാണ്. ബാക്കിയുള്ളവരെല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പോസിറ്റീവ് ആയത്. സൈൻ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം. അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസ് ദ റൂൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് ഓൺ ദ എസ് പ്ലെയിൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. s⁻⁶ തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പം അടുത്ത സഫിഷ്യൻറ്റ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് s⁻⁶ തൊട്ടുള്ള പോളിനോമിയൽ എഴുതേണ്ടത്. നിങ്ങൾ എഴുതി നോക്കണം. നമ്മൾ ആദ്യം എഴുതുന്നത് എന്താ? s⁻⁶ എഴുതുന്നു, s⁻⁵ എഴുതുന്നു. 6ൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 1. അടുത്ത s⁻⁴ കോഎഫിഷ്യൻ്റ് 3, s²ൻ്റെ കോഎഫിഷ്യൻ്റ് 3, s⁻�0യുടെ കോഎഫിഷ്യൻ്റ് 1. 1 3 3 1 എന്ന് എഴുതുന്നു. അടുത്ത s⁵ൻ്റെ കോഎഫിഷ്യൻ്റ് 1. 5 കഴിഞ്ഞാൽ പിന്നെ 3യുടെ s³ കോഎഫിഷ്യൻ്റ് 3, ദെൻ s⁻⁴ ദാറ്റ് ഈസ് 2. ഇത്രയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത്ര 2 റോ ഓൾറെഡി കിട്ടി. 2 റോയെ നമുക്കിങ്ങനെ കിട്ടുള്ളൂ. ദെൻ അടുത്ത തേർഡ് റോ എന്ന് പറഞ്ഞാൽ s⁻⁴, s³ s², s⁻1 ആൻഡ് s⁻0 എന്ന് വരും. അപ്പോൾ ഈ എലമെൻറ്റ് നമുക്ക് ഈ s⁻⁴ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം തൊട്ട് മുന്നത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് × 3 - 1 × 3 / 1. അപ്പോൾ എന്ത് കിട്ടും? 3 - 3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഫസ്റ്റും സെക്കൻഡ് റോ നമുക്ക് എഴുതാനറിയാം. അടുത്ത നെക്സ്റ്റ് തേർഡ് റോ എന്ന് പറയുമ്പം നമ്മളിവിടെ ചെയ്യും 1 × 3 - 1 × 3 / 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് 0 കിട്ടി. ഇനി അടുത്ത എലമെൻറ്റ് എങ്ങനെ കിട്ടും? അടുത്ത എലമെൻറ്റ് ഈ എലമെൻറ്റ് എനിക്ക് വേണം. ഈ എലമെൻറ്റ് കിട്ടണമെങ്കിൽ എന്താ? തൊട്ട് മുന്നത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ഈ എലമെൻറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പം 1 × 3 - 1 × 2 / 1. 1 × 3 - 1 × 2 / 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. പിന്നെ അടുത്ത എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ എലമെൻറ്റാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോ തൊട്ട് മുന്നത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റും 1 × 1 - 1 × 2 - 2 / 1 ദാറ്റ് ഈസ് -1 എന്ന് കിട്ടും. സോറി, 1 ഈ ടേം അല്ലേ നമുക്ക് വേണ്ട, ഈ തേർഡ് എലമെൻറ്റാണ് വേണ്ടത്. ഈ എലമെൻ്റ് എന്ന് പറയുമ്പം ഇവിടുന്ന് 1 × ഈ ലാസ്റ്റ് കോളം 1 × 1 - 1 × ഇവിടുത്തെ എലമെൻറ്റ്. ഇവിടെ എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 / 1. അപ്പോൾ നമുക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. സോറി, -1 അല്ല, 1 തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് ഇല്ല, അത് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് ഒരു റോയിൽ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 0യും ബാക്കി എല്ലാ എലമെൻറ്റ്സും non-0 ആയിട്ട് കിട്ടി. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? അതായത് എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ആക്സിലറി ഇക്വേഷൻ എഴുതുക. ആ ഓക്സിലറി ഇക്വേഷനെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തിട്ട് കിട്ടുന്ന s³ ഇതിൻ്റെയാണോ കിട്ടുന്നത് അതിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതുക. അങ്ങനെ സോൾവ് ചെയ്ത് താഴേക്ക് പോവുക. ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. ബാക്കി റിമൈനിങ് റൂട്ട്സ് എത്ര എല്ലാം ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എന്ന് മനസ്സിലാക്കുക. ഏത്? ഈ കോളം നോക്ക്, ഫസ്റ്റ് കോളം നോക്കിയിട്ട്. അപ്പം
ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റോയിലെ ഒരു എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് മാത്രമാണ് സീറോ ആവുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ എലമെൻറ്റിനെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിക്കും. സീറോയ്ക്ക് പകരം നമ്മളതിനെ എപ്സിലോൺ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് പോകും. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഈ എലമെൻറ്റ് ഇവിടെ സീറോ എന്ന് നിൽക്കട്ടെ, അപ്പം അടുത്ത റോ ഞാൻ കണ്ടുപിടിക്കുമ്പം എന്താ ചെയ്യുന്നത്? ഈ തൊട്ട് മുന്നത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ അങ്ങനെ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ദിസ് എലമെൻറ്റാണ്. ഈ എലമെൻ്റ് ഏതാ? 1/0, 2/0 എന്ന് വരും. അപ്പോൾ നമുക്കതൊരു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പ്രഷനിലേക്ക്, ഇക്വേഷനിലേക്ക് അത് പോകും. അതുകൊണ്ടാണ് ആ സീറോയെ നമ്മൾ എപ്സിലോൺ ടെൻഡിങ് ടു സീറോ എന്ന് വിളിക്കുന്നത്. എപ്സിലോൺ സീറോയ്ക്ക് അടുക്കുന്നു എന്നാണ് ആ മീനിങ്. അപ്പോൾ നമ്മളതിനെ എപ്സിലോൺ എന്നൊരു ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ ഓരോ എലമെൻറ്റ്, എസ് ക്യൂബ് തൊട്ടുള്ള എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് വേണം. ഈ ഫസ്റ്റ് എലമെൻറ്റിന് എന്ത് ചെയ്യും? എപ്സിലോൺ എന്നാണല്ലോ തൊട്ട് മുന്നത്തെ എൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. സോ എപ്സിലോൺ ഇൻറ്റു 3, ദാറ്റ് ഈസ് 3 ഇൻറ്റു എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ. അപ്പോൾ എന്താ കിട്ടും? 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ. അതാണ് അവിടുത്തെ എലമെൻറ്റ്. അതാണ് ഇവിടെ ഫസ്റ്റ് കിട്ടിയത്. അടുത്ത സെക്കൻഡ് എലമെൻറ്റ്, ഈ ഇവിടുത്തെ എലമെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ തൊട്ട് മുന്നത്തെ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് നെക്സ്റ്റ് തേർഡ് റോയിലെ എലമെൻറ്റ്, തേർഡ് കോളത്തിലെ എലമെൻറ്റ് എടുക്കുന്നു. 2 ഇൻറ്റു എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു 1 ഇത് കിട്ടും ഡിവൈഡഡ് ബൈ എപ്സിലോൺ. 2 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ എന്ന് കിട്ടും. നമ്മൾ അടുത്ത റോയിലോട്ട് പോവാണ്. അടുത്ത റോയിലേക്ക് പോകുമ്പോഴോ എനിക്ക് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് വേണം. ഇവിടുത്തെ ഫസ്റ്റ് എസ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് വേണം. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുന്നത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു 1 മൈനസ്, അപ്പോൾ എന്താ? 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 2 എപ്സിലോൺ മൈനസ് 1, 2 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ. ഇത് കണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ എപ്സിലോൺ എപ്സിലോൺ ക്യാൻസലാവും. ബാക്കി എന്ത് കിട്ടും? 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ മൈനസ് 2 എപ്സിലോൺ മൈനസ് 1 സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ദെൻ അടുത്ത ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എസ്. അപ്പോൾ ഇവിടെ വേറൊരു എലമെൻറ്റ് കണ്ടുപിടിക്കാനില്ല. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് തേർഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ഇതെന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അടുത്ത S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടും? S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടുത്തെ എലമെൻറ്റ് ഇൻറ്റു 2 എപ്സിലോൺ, ഇത് ഡിവൈഡഡ് മൈനസ് 3 ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇതേ എലമെൻറ്റ് തന്നെ. സോൾവ് ചെയ്ത് നോക്കുക. ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? എസ് സ്ക്വയർ എന്ന് പറയുന്ന എലമെൻറ്റിന് കിട്ടിയത് എങ്ങനെയാണെന്ന് കണ്ടോ? സോൾവ് ചെയ്തേക്കുക. 3 എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 2 എപ്സിലോൺ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇതേ എലമെൻറ്റ് 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അതിനെ സോൾവ് ചെയ്തേക്കുവാണ്. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ. നെക്സ്റ്റ് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റാണ് ഈ 1 ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? രണ്ടാമത്തെ എലമെൻ്റ് എങ്ങനെ വരും? ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു 1, 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് 0 ബൈ ഇതേ എലമെൻറ്റ് തന്നെ. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഈ 1 എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിലെ എലമെൻ്റാണ്. ദെൻ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ S1 കണ്ടുപിടിക്കുക. S1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? തൊട്ട് മുന്നത്തെ റോ നോക്കുക. തൊട്ട് മുന്നത്തെ റോയിൽ നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്? ഇത്രയും വലിയൊരു ടേമാണ്. -2 എപ്സിലോൺ 0 എപ്സിലോൺ സ്ക്വയർ പ്ലസ് 4 എപ്സിലോൺ മൈനസ് 1 ബൈ 3 എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു 2 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ മൈനസ് ഇവിടെ ഒരു 1 ഉണ്ട്. 1 ഇൻറ്റു 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഡിവൈഡ് ബൈ ഈ ടേം ചെയ്യുക. സോൾവ് ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. അത് നിങ്ങൾ ബുക്കിൽ ഇതെല്ലാം ചെയ്ത് നോക്കണം. ഇങ്ങനെ പറഞ്ഞ് ഒന്നും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിവൈഡ് ബൈ ഇതുകൊണ്ട് തന്നെ അല്ലേ, ഈ ടേം കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. സോ 1 എന്ന് കിട്ടും. ഇനി നമ്മൾ എപ്സിലോണിന് 0 കൊടുക്കുന്നു. എപ്സിലോൺ 0 ആയിരുന്നല്ലോ. ഇവിടെ എപ്സിലോണിന് 0 ആയിരുന്നു. ആ എപ്സിലോണിന് 0 കൊടുക്കാതാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ എപ്സിലോണിന് 0 കൊടുക്കുന്നു. എപ്സിലോണിന് 0 കൊടുത്തേ. ഫസ്റ്റ് ഈ എക്സ്പ്രഷനിൽ എപ്സിലോൺ എല്ലാം 0 കൊടുക്കുക. ഇവിടെ എപ്സിലോണിന് 0 കൊടുത്താൽ ഇത് 0 ആയി. അടുത്ത ടേമിന് എപ്സിലോണിന് 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടും? 1/0 എന്നാണ് വരിക. സോ എന്താ കിട്ടും? 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ?
0 മൈനസ് എപ്സിലോൺ 0 എടുക്കുക, 0 മൈനസ് 1/0. അടുത്ത ടൈം എങ്ങനെ വരും? 0 മൈനസ് 1/0. 1/0 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി. അപ്പം മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ഈ എലമെൻറ്റ്സ് രണ്ടും വരുന്നത്. ഇവിടുത്തെ രണ്ട് എലമെൻറ്റും മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ദെൻ ബാക്കി എല്ലാ എപ്സിലോണിനും 0 കൊടുത്ത് നോക്കുക. അപ്പം ഈ ഒരു ടേമിന് 0 കൊടുത്ത് നോക്കിയാൽ എന്താ വരും? എപ്സിലോൺ സ്ക്വയർ 0 ആവും, എപ്സിലോൺ 0 ആവും, -1 മാത്രം ഡിവൈഡഡ് ബൈ -1 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അടുത്ത ടൈം 1 തന്നെ ആയിരുന്നു. ഇനി ലാസ്റ്റ് ടൈമിൽ എപ്സിലോണിനെല്ലാം 0 കൊടുത്തേ. s⁻1ൻ്റെ എപ്സിലോണിനെല്ലാം 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടും? 0/1 എന്നുള്ള എപ്സിലോൺ സ്ക്വയറും 0, എപ്സിലോണും 0, 0/1 എന്ന് പറഞ്ഞാൽ 0. ദെൻ s⁻0യുടെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മളിനി നോക്കുന്നത് ഫസ്റ്റ് കോളം നോക്കും. ഇഫ് ദർ ഇസ് എനി സൈൻ ചേഞ്ച് റൂട്ട്സ് ലെഫ്റ്റ് ഹാഫിലുണ്ടെന്നാണ്. അപ്പം 0 കണ്ടോ, 0യിൽ നിന്ന് -ഇൻഫിനിറ്റിയിൽ നിന്ന് +1 അങ്ങനെ ഒരു സൈൻ ചേഞ്ച് ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ. സിൻസ് ദർ ഈസ് എ റോ ഓഫ് ഓൾ സീറോസിൻ്റെ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ്. അതായത് നമ്മുടെ s⁻1 എന്ന് പറയുന്ന റോ നോക്കിക്കേ, റോ 6 നോക്കിക്കേ. ഈ റോ 6ൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ റോ ഓഫ് ഓൾ സീറോസ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇറ്റ് മീൻസ് ഒരു ആക്സിലറി പോളിനോമിയൽ എഴുതണം. തൊട്ട് മുന്നത്തെ നമ്പേഴ്സ് വെച്ചിട്ട് ഓക്സിലറി പോളിനോമിയൽ എങ്ങനെ എഴുതും? s² പ്ലസ് s²ൻ്റെ ആണല്ലോ കോഎഫിഷ്യൻ്റ് 1, സോ s² പ്ലസ് എന്തായിരിക്കും? s⁻1 അല്ല വരുന്നത്, പകരം നെക്സ്റ്റ് ഈവൻ ആണ് വരുന്നത്. s⁻0 = 0. ഇതാണ് s² പ്ലസ് 1 = 0 ആണ് ഇവിടുത്തെ ഓക്സിലറി പോളിനോമിയൽ. സോ s² = -1 എന്ന് കിട്ടും. s +or-j എന്ന് കിട്ടും. അപ്പം +or-jയിൽ ഒരു റൂട്ട് ഉണ്ടെന്ന് രണ്ട് റൂട്ട്സ്, പ്ലസ് ജെയിലും മൈനസ് ജെയിലും ഓരോ റൂട്ട്സ് ഉണ്ട്. ഇനി റിമൈനിങ് മൊത്തം 6 റൂട്ടാണുള്ളത്. അതിൽ 2 റൂട്ട് j⍵ ആക്സിസിലാണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയേഴ്സ് ആണ്. സോ ഇമാജിനറി റൂട്ട്സ് ഉണ്ടെങ്കിൽ മാർജിനലി സ്റ്റേബിളാണ്. ഇനി നമുക്ക് 4 റൂട്ട്സിൻ്റെ കാര്യം അറിയാനുണ്ട്. അതിൽ തന്നെ ഇവിടെ നമ്മുടെ റൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ റൂട്ട്സിൽ കണ്ടോ, ഇവിടെ ഒരു സൈൻ ചേഞ്ച് കണ്ടോ, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കും പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കും സൈൻ ചേഞ്ച് ഉണ്ട്. ഈ റോ നോക്കിയാൽ കണ്ടോ, 2 സൈൻ ചേഞ്ച് ഉണ്ട്. അപ്പോൾ 2 റൂട്ട് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുണ്ട്. അപ്പം ദ റൂട്ട്സ് ഓഫ് ഓക്സിലറി പോളിനോമിയൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ റൂട്ട് തന്നെ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇമാജിനറി ആക്സിസിലാണ് +or-j എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇവിടെ നമുക്ക് 2 റൂട്ട്സ് ഇമാജിനറി ആക്സിസിലും 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലും ഉണ്ട്. അതാണ് സൈൻ ചേഞ്ച് വന്നത്. ദെൻ ബാക്കി റിമൈനിങ് 2 റൂട്ട്സ് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ തന്നെ ആയിരിക്കും. സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇപ്പം j⍵ ആക്സിസിൽ കോംപ്ലക്സ് പെയർ ഉണ്ടെങ്കിൽ മാർജിനലി സ്റ്റേബിളാണ്. ലെഫ്റ്റ് സൈഡിൽ 2 പോളുണ്ട്. ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളാണ്. പക്ഷേ റൈറ്റ് സൈഡിലും 2 പോളുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ സൈൻ ചേഞ്ച് വന്നത്. അങ്ങനെയാണ് മൊത്തം 6 പോള്. അങ്ങനെ വരുമ്പം അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഇനി ഏതൊക്കെ റൂട്ട്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ നമ്മുടെ ഓക്സിലറി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമുക്കൊരു കോഷ്യൻ്റ് പോളിനോമിയൽ കിട്ടും. കോഷ്യൻ്റ് പോളിനോമിയലിൻ്റെ വീണ്ടും നമ്മൾ റൂട്ട് അറേ എഴുതും. ആ റൂട്ട് അറേ എഴുതിയപ്പോൾ വീണ്ടും ഇവിടെ 0 വന്നുകൊണ്ടാണ് ε1 എന്ന് എഴുതി ഈ റോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ദെൻ വീണ്ടും അതിന് 0 കൊടുക്കുമ്പോൾ മനസ്സിലായി ഇവിടെ വീണ്ടും സൈൻ ചേഞ്ച് വന്നു. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സൈൻ ചേഞ്ച് നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സൈൻ ചേഞ്ച് വരുമ്പം റൈറ്റ് ഹാഫിൽ ഒരു 0യിൽ നിന്ന് -∞ -∞ നിന്ന് +1ലേക്കും 2 സൈൻ ചേഞ്ച്. സോ 2 സൈൻ ചേഞ്ച് വരുമ്പം 2 പോൾസ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെന്ന് മനസ്സിലാക്കാം.